പറ അദ്രി. ഹായ് പറ. ഹലോ, ഹായ് പറ. ഹായ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് എൻ്റെ കൂടെ അദ്രും വന്നിട്ടുണ്ട്. അവന് കരയാണ്. അപ്പോൾ ഞാൻ അവനെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് സാധനങ്ങൾ, ഇവിടെ തന്നെ ഉള്ള സാധനങ്ങൾ പൊട്ടിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് പുതിന ഇല വേണം. അപ്പോൾ അത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ അദ്രു വന്നിട്ടുണ്ട്. അവനത് പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പുതിന ഇലയ്ക്ക് നല്ല മണമുണ്ട്. ഇനി എനിക്കിതുണ്ടാക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും വേണം. അപ്പം ഞാൻ അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഇവിടെ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് കറിവേപ്പില, പുതിനയില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങ, ഇത്ര സാധനങ്ങളുടെ ആവശ്യമുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് ആവണം. അപ്പോൾ അങ്ങനെ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ചെറുനാരങ്ങ നീരും കൂടിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത്, അതനുസരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കുന്ന സമയത്ത് കുറച്ചൊരു വെള്ളം ഉണ്ടാവും ഇതിനകത്ത്. ഇതിങ്ങനെ അരയ്ക്കാൻ കുറച്ച് വെള്ളം പോലെ ഉണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്, അല്ലാതെ അങ്ങനെ ആയിപ്പോയതൊന്നുമല്ല. ആ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഈ പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ ചിക്കനിൽ മൊത്തത്തിൽ നമ്മൾ തേച്ച് ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വെള്ളം പോലെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇത് കുറച്ച് സമയം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് ഞാനിത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം അതൊന്ന് ആവട്ടെ. ഒരു ഭാഗം ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഈ ചിക്കനിൽ ബാക്കി ഇനി ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിൽ കുറച്ച് വെള്ളമായി നിൽക്കുന്നത്. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ചിക്കൻ ആയത് ഞാൻ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് പറഞ്ഞില്ലേ ആ മസാല, ആ ഒരു വെള്ളം പോലെ നിൽക്കുന്നത്, അത് നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. കാരണം അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊരു മാറ്റം വരും. എന്നിട്ടത് ഏകദേശം മൊരിഞ്ഞു വരുന്ന സമയത്ത് അതെടുത്തിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനിലേക്ക് അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ചിക്കനും. അപ്പോൾ ഞാനിവിടെ സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇവനാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയാമെന്നൊക്കെ നോക്കാം. ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. കഴിക്കുമ്പോൾ ഇതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം എന്താവോ എന്തോ സംഭവം. എന്തായാലും ഞാനിത് പലതവണ
നോക്കിയിട്ടുള്ള സംഭവം. ടേസ്റ്റ് ഉള്ളതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഇത് കഴിച്ച് നോക്കി. ഇതിനിപ്പോൾ നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അധികം വേറെ കറിയുടെ ആവശ്യം അങ്ങനെയൊന്നുമില്ല, ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല. ഈ മസാലയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്നത്. അത് ഈ ചിക്കനിലെ എല്ലാ ഭാഗത്തും ഉണ്ട്, ചിക്കനിലൊക്കെ നന്നായി പിടിച്ചിട്ടുമുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ടല്ലോ, അപ്പോൾ അത് തന്നെ മതി നമുക്ക് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഈ ചിക്കൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ആയിട്ടില്ല, നല്ല നമ്മൾ നല്ല സോഫ്റ്റാണ്, കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഒരുപോലെ തന്നെ ഉണ്ടാക്കാതെ വല്ലപ്പോഴൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കിയാൽ, പിന്നെ ഇതെന്താ നമുക്ക് അധികം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ, അപ്പോൾ എളുപ്പമല്ലേ ഉണ്ടാക്കാനും, ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഒരു ഡിഷാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യൂ.